ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൈക്കോ സ്പെഷ്യലിലൂടെ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ആഗ്രോ ഫ്രണ്ട്സ് ഗാർഡൻ ആണ് കേട്ടോ. അപ്പോൾ ഇവിടത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം കൂട്ടുകാരെ. ഗൈസ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വേങ്കവിള എന്ന് പറയുന്ന ജംഗ്ഷനിലാട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ നെടുമങ്ങാട് നിന്നും നമ്മുടെ വെമ്പായത്തോട്ട് പോകുന്ന വഴിക്ക് ഇടത് സൈഡിലായിട്ട് മുഹബത്ത് എന്ന് പറയുന്ന ഒരു ബിരിയാണി ഹോട്ട് സ്പോട്ടുണ്ട് കേട്ടോ. ആ സ്പോട്ടിന് തൊട്ടടുത്തായിട്ട് കാണുന്ന ഒരു പാർക്ക്, അതെ, ഫ്രണ്ട്സ് ആഗ്രോ പാർക്ക് അഥവാ നഴ്സറി ലാൻഡ്സ്കേപ്പിംഗ്. ഇത് ഒരു വളരെ മനോഹരമായിട്ട് നമ്മൾ പോയപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു ഗാർഡൻ ആട്ടോ. നമ്മൾ കോരിച്ചൊരിയുന്ന മഴയ്ക്കിടയിലൂടെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഫ്രണ്ടിലിരിക്കുന്ന കുറേ പൂക്കൾക്കിടയിലൂടെ നോക്കിയപ്പോഴത്തേക്ക് കണ്ട ഒരു ബോർഡ്. അങ്ങനെയാണ് ഞങ്ങൾ ഇത് കാണാനിടയായത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് തന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട് കണ്ടപ്പോൾ തന്നെ അവർ ഡെക്കറേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ഭംഗിയും കാര്യങ്ങളും, അതുമാത്രമല്ല ആ മഴയുടെ ആ ഒരു സൗന്ദര്യം നമുക്ക് അവിടെ തന്നെ കാണാൻ സാധിച്ചു. ആ രീതിയിലാണ് എല്ലാം നല്ല പച്ചപ്പിൽ അങ്ങനെ പൂക്കളും ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഇല്ല എന്നാലും. അതെ, ഇൻഡോർ പ്ലാന്റുകളും മണി പ്ലാന്റുകളും അതുകൂടാതെ തന്നെ ഒരുപാട് ഐറ്റം നമ്മുടെ പഴയ കാലങ്ങളിലുള്ള ഒരുപാട് ചെടികൾ, പഴയ മോഡലിലുള്ള ഒരുപാട് ചെടികൾ കണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ വാഴയില ആ ടൈപ്പ് ചെടികൾ, അത് ഒരുപാട് മോഡേൺ ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പച്ചപ്പ് പുല്ല്, അതുകൂടാതെ അതിനെ കല്ലിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നോക്കി, ഒരു കുടത്തിനകത്ത് നിന്ന് നമ്മൾ വെള്ളം വരുന്നത് കണക്ക് കല്ല് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവർ നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് കാണിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ആമ്പല്, പിന്നെ ആമ്പലൊക്കെ ഒരുപാട് കളറുള്ള, പിന്നെ അതുകൂടാതെ മുല്ല, പിന്നെ നമ്മുടെ റോസ, ഒരുപാട് റോസാ തൈകൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നല്ല നമ്മളെ മറ്റേ മുല്ലയൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ മ്യൂസിയത്തിലിരിക്കുന്ന ആ ടൈപ്പ് ചെടി, ആ ഒരു നമ്മുടെ ആ പച്ചില ചെടി, അതിന്റെ പേരെന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ കലംപെട്ടി, അതുകൂടാതെ ഇടത് സൈഡിലായിട്ട് കാണുന്ന, നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ മൊത്തവും മാവും തെയ്യും പ്ലാവും തെയ്യൊക്കെയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് നിൽപ്പുണ്ട്, നല്ല രീതിയിലുള്ള തൈകൾ നിൽപ്പുണ്ട്. നല്ല നല്ല ഫലപുഷ്ടിയുള്ള തൈകളാണ് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇതാ ഈ നിൽക്കുന്നത് കുഞ്ഞു തൈകളാണ്. അതുകൂടാതെ നമ്മൾ ഓറഞ്ച്, നാരകം, ഇങ്ങനെയുള്ള ഒരുപാട് തൈകൾ നമ്മളിവിടെ കാണാനിടയായി. നോക്കി, ഇതൊക്കെ നാരകമാണ്. ഇപ്പോഴും തന്നെ അതിൽ ആ കാച്ചി ഓറഞ്ച്, ആ ഓറഞ്ചൊക്കെ കാച്ചി നിൽക്കുന്ന നോക്കിയാൽ. പിന്നെ പേരയൊക്കെ കാച്ചി നിൽപ്പുണ്ട്. അതുകൂടാതെ നമ്മുടെ മാവിൻ തൈയിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴേ പൂത്തിരിക്കുക. നമ്മളിത് തറയിൽ നിൽക്കുന്ന ആ തൈര് തന്നെ പൂത്തിരിക്കുക. അതായത് നോക്കിയേ, നമ്മുടെ ഒരു ചെറിയൊരു പ്ലാവൻ തൈര് ചക്ക കാണാൻ തന്നെ എന്തൊരു സൗന്ദര്യമാണ്. നമ്മുടെ പിന്നെ അത് നിങ്ങളിത് കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കൊണ്ട് നടുമ്പോഴത്തേക്ക് അവർ പറയുന്ന അതേ രീതിയിൽ ചെയ്താൽ മാത്രമാണ് ഇത് നമുക്ക് ഫലം കിട്ടുക. എന്നാൽ നിങ്ങൾ നോക്കിയാൽ ഈ ഇടത് സൈഡിൽ കാണുന്ന ആ ചെടി വളരെ മനോഹരമായിട്ടിരിക്കുന്നു കേട്ടോ, ആ റെഡ് കളർ ചെടി. പിന്നെ അതാ നോക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ചെടിച്ചട്ടികൾ. പിന്നെ നമ്മുടെ വാടാർ മുല്ല, വെള്ള കളർ, ഇതാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. പിന്നെ തെറ്റിയും റോസ വലിയ റോസ വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ സത്യത്തിൽ ഇവിടെ കയറിയത് കേട്ടോ. ഈ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇതെന്താണ് ഇതിനെ പറയുന്ന പേര്? 10 മണി. അതെ, ഈ 10 മണി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയൊരു ബേസിലൂടെ ഒരുപാട് നട്ടിട്ടുണ്ട്. ചെടിച്ചട്ടികൾ പല കളറിലുള്ള ചെടിച്ചട്ടികളുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ ബേസ് ബക്കറ്റ് ടൈപ്പുകളൊക്കെ ഒരുപാട് അവരത് എനിക്ക് തോന്നുന്നു അതിനെ വളവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാവാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് ഈ 10 മണിയൊക്കെ അവർ കൃഷി ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാ കളറും അവിടെ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് അവർ കട്ട് ചെയ്ത് തരുമെന്ന് തോന്നുന്നു നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അതിനു വേണ്ടിയോ അല്ലെങ്കിൽ ചെടിയിലോട്ട് ചെറുതോട്ട് മാറ്റാൻ വേണ്ടിയൊക്കെ. നമ്മളൊരു വാടാമുല്ലയാണ് ഇവിടെ നിന്ന്, വാടാമുല്ല അരിപ്പൂവും ഞങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അരിപ്പൂവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാടാമുല്ല വാങ്ങിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഈ അരിപ്പൂവിന് നമ്മളെ കണ്ണിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോകുന്നു. ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ മറ്റേ അത് റോസ വാങ്ങിക്കാൻ കയറിയിട്ട് പിന്നെ ഇത് രണ്ടും കണ്ടപ്പോൾ ഇത് രണ്ടും അങ്ങ് എടുത്തതാണ് കേട്ടോ. വാടാമുല്ല ഞങ്ങൾ അധികം അങ്ങ് കണ്ടിട്ടില്ല. മറ്റേ സാധാ കളർ എല്ലായിടത്തും ഉണ്ടായിരുന്നു. യെല്ലോ പാം, ഗ്രീൻ പാം, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒരുപാട് ഉണ്ട്. ഇതൊക്കെ നോക്കിയാൽ നമ്മുടെ മണി പ്ലാന്റുകൾ, നമ്മുടെ ഇത് എന്താണ് ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാൻ കിട്ടും? ആ പൂത്തിരിക്കുന്നത് എന്താണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെ കല്ലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ പറ്റും. അതിൻ്റെ ആ ചെടി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വീട്ടിൽ ചെയ്യാമെന്നുള്ള ഐഡിയ കൂടെ കിട്ടും കേട്ടോ. ചെമ്പകമാണല്ലേ? അതെ, ചെമ്പകമാണ്. ചെമ്പകം പണ്ട് കാലങ്ങളിൽ ചെമ്പകത്തിൽ ഒരു ഈർക്കിൽ കുത്തി ഒരു ഓലക്കാലിൽ നമ്മൾ റൗണ്ട് ചെയ്തതിന് ശേഷം അതിട്ടിട്ട് നമ്മൾ ഓടുകയാണെങ്കിൽ ഈ ചെമ്പകം കറങ്ങും. ആർക്കെങ്കിലും അറിയാമോ കൂട്ടുകാരത്? ഞാനത് ചെയ്തിട്ടുള്ള ആളാണ്. എന്ത് വളരെ സൗന്ദര്യമുള്ളത് നോക്കി ആ ചേമ്പലയിലൂടെ
വെള്ളമൊക്കെ ഇങ്ങനെ റോസാപ്പൂവൊക്കെ പൂത്ത് നിൽക്കുക. ഈ പച്ചപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഇടങ്ങളിലും കാണാൻ കഴിയുന്ന പച്ചപ്പല്ല. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലും വരുത്താൻ കഴിയും. എന്നാണ് അവർ പറയുന്ന അതേ രീതിയിൽ നമ്മളതിനെ നട്ട് പരിപാലിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലും നമുക്കത് ഇതേപോലെ കൊണ്ടുവരാം. തെറ്റിയൊക്കെ നോക്കി നല്ല രീതിയിൽ അടിപൊളിയായിട്ടൊക്കെ നെയ്ക്കുക. തെറ്റി ചുമന്ന് തുടുന്ന് നമ്മുടെ ചുണ്ടുകളൊക്കെ ചുമന്ന് തുടുക്കുന്നതൊക്കെയാണ് അവിടെ തെറ്റി തോന്നുന്നത്. നല്ല രസമാണ്. നമ്മുടെ നാട്ടുപുറത്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു ചെടിയാണ്, പേരറിയില്ല ചെടി. നമുക്കത് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന റോസ. മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു ഗാർഡൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടം റോസയാണെന്ന് തോന്നുന്നു. പിന്നെ കലംവെട്ടിയൊക്കെ ഞാൻ പൂത്ത് മറിഞ്ഞു കിടക്കുക. എന്തുകൊണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ ഒരു ഗാർഡനാണ്. വേങ്കവിള ജംഗ്ഷനിലാണ് ഈ ഗാർഡൻ. നിങ്ങൾ വന്നൊന്ന് കണ്ടു നോക്കും. നിങ്ങൾ വാങ്ങുക, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഗാർഡൻ ഒന്ന് കാണുക. നിങ്ങൾ അന്വേഷിക്കുന്ന ചെടികളൊക്കെ ഇവിടെ കാണുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൂട്ടുകാരെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെയും അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. താങ്ക്